തങ്കം ക്ലീറ്റസ് അവിടെ ആ ശരി. അതെ അമ്മാവ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും കൂടെ ഷെയർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ പണിയണമെന്ന് ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഭയ്യ തും आधा अरा 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 आधा घंटा 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 आधा घंटा इधर करो आधा घंटा इधर करो वीണ്ടും आधा घंटा इधर करो आधा घंटा आधा 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 ऐसा करो. अच्छा ശരി ശരി ഞാൻ പറയുന്ന പോലെ ചെയ്യേ. പിന്നെ അല്ലാണ്ട് എന്ത് എൻ്റെ ആളെ എത്ര പ്രാവശ്യം വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത്? ഫോണ് അയ്യോ സൈലന്റ് സൈലന്റ്. എവിടെ എന്താ അത്യാവശ്യം? ആളെ ഇന്നല്ലേ മറ്റേ വണ്ടിക്ക് നമ്മൾ അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞത്. ഇന്ന് ടോക്കനെങ്കിലും കൊടുത്തില്ലേ വണ്ടി അയാൾ കൊടുക്കും. പറഞ്ഞോളൂ ഇന്നാണല്ലേ? പിന്നെ നിന്റെ പൈസ എന്തെങ്കിലും എത്ര കൊടുക്കണം നമ്മളിപ്പോൾ? എൻ്റെ അളിയെ 25,000 രൂപ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. 10,000 ഉണ്ട്. 15,000 രൂപ നീ ഒപ്പിച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ പറ്റുള്ളൂ. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് ഒപ്പിക്കാം? നീ പെട്ടെന്നൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അഡ്വാൻസ് കൊടുക്കണമെന്നുള്ളത് നീ എന്നാ ഇന്നലെ എന്നെ ഓർമ്മിപ്പിക്കണ്ടേ? ഞാൻ എവിടെ എൻ്റെ ആളെ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ച് ഫോൺ എടുക്കണ്ടേ? ഇതിപ്പോൾ 15 രൂപ ഞാനിപ്പോൾ എവിടെ നിന്ന് മറിക്കാൻ? നീ എവിടുന്നെങ്കിലും മറിക്ക്. അല്ലയാ വേറൊന്നും വിചാരിക്കരുത്. എന്തോ ആ നിൽക്കുന്ന ആഞ്ഞിലില്ലേ, ആ ആഞ്ഞില് എനിക്ക് അവകാശപ്പെട്ടാണ്. നീ അത് ഈട് വെച്ചിട്ടൊരു 15,000 രൂപ എനിക്ക് മറിച്ച. നീ എന്തുപോലെ ഈ പറയാന? പൈസ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് എടുത്ത് കൊടുക്കൂലേ? നിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമോ? എടാ ഇപ്പം പിന്നെ എങ്ങനെ ഇന്ന് ആ വണ്ടി എടുത്താൽ വല്ല 10-25 രൂപ ലാഭം കിട്ടണതാണ്. എവിടെന്നെങ്കിലും മറിക്കാൻ പറ്റുമോ നോക്കളെ ആ പൈസ. അളിയാ പൈസക്കൊരു വകുപ്പുണ്ട്. എന്തോന്ന്? എന്തോ നിൽക്കുന്ന ആഞ്ഞിലയുടെ അടുത്ത് നിൽക്കുന്ന കണ്ടാ? ആ പ്ലാവ് കനകൻ്റെ ആണ്. അതൊന്നും നമുക്ക് തൊടാൻ പറ്റൂല. എൻ്റെ അളിയാ പ്ലാവല്ല അളിയാ, ആ തെങ്ങും ചാരി ഒരു മുറ്റ ആഞ്ഞിൽ നിൽക്കുന്ന കണ്ടാ? അമ്മാവൻ. അമ്മാവൻ? ആ അമ്മാവൻ എന്ത് ചെയ്യാൻ? അളിയ അമ്മാവൻ്റെ അടുത്ത് നമ്മുടെ പഴയ ഒരു ഐഡിയ അങ്ങ് പ്രയോഗിക്കാം. എന്തോന്ന്? അളിയ നമ്മുടെ കയ്യിലൊരു നക്ഷത്രാമ കിട്ടിയിട്ടുണ്ട്. അത് മറ്റേ ചീരത്തോട്ടത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് തൽക്കാലം പൈസ കിട്ടിയാൽ പോരെ? പൈസ നമുക്കൊരു അഡ്വാൻസ് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് 2 ദിവസം ഒരു 3 ദിവസം സാവകാശം വെച്ച് മറിയും. പക്ഷെ അമ്മാവൻ്റെ അടുത്ത് നീ പറയണം. ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. നീ അഡ്ജസ്റ്റ് ചെയ്താൽ നിന്ന് തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. പറ്റിക്കനാണെന്ന് എനിക്ക് തോന്നല് ഇല്ലാന്ന്. ഞാൻ വിളിക്കണ്ട. നീ വിളിച്ച് സംസാരിക്കുക. അമ്മാവോ ഇവിടെ ഇവിടെ നമസ്കാരം. അല്ലളിയാ അല്ലേ ഞാൻ പറയണതേ, അത് നീ പിന്നെ അമ്മാവന് തന്നെ കൊടുക്കത്. നീ ഇപ്പോൾ സുരേന്ദ്ര മുതലാളിക്ക് കൊടുക്കാൻ നിൽക്കണ്ട. അമ്മാവനും അല്ല അമ്മാവ ഒരു നല്ലൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ? അമ്മാവൻ്റെ അവിടെ വസ്തുവിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ ചീരത്തോട്ടത്തിൽ. ചീരത്തോട്ടത്തിൽ എന്താ പ്രശ്നം? മറ്റേ രാമേന്ദ്രനായിട്ട് ഉടക്കല്ലേ ശത്രു, അയാൾക്കൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനം, ശത്രുദോഷ സംഹാരത്തിനായിട്ടൊരു സാധനം എന്തെങ്കിലും വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അത് എത്ര പൈസ കൊടുത്താലും നമുക്ക് അവന്റെ അതപ്പതന്നെ എനിക്ക് കാണണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതിനിപ്പോ വേറൊരാൾ പിടിച്ചോണ്ടിരിക്കുക. സാധനം മറ്റേ സാധനം നക്ഷത്രാമ. പക്ഷെ അതിപ്പോ സുരേന്ദ്ര മുതലാളി വേണമെന്നും പറഞ്ഞ് ഇവനെ ഒരേ ബഹളമായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. എടാ അതെന്നാ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് താടാ. എന്റെ അളി അതെങ്ങനെ ശരിയാവുമല്ലേ? അയാളെ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു കാര്യം ചെയ്യും, സുരേന്ദ്ര മുതലാളിയുടെ ഇവ എപ്പോഴും കാശിനൊക്കെ പോയി ചോദിക്കണം. പക്ഷെ എന്നാലും നീ ഒരു കാര്യം അയാൾക്ക് വേറെ മറിച്ചു കൊടുക്കും. ഇതിപ്പോ അമ്മാവന് കൊടുക്കും. എത്രയാവും അതിനെ? നീ അത് പറ, എത്രയാവും അതിനെ? അളിയാ അതിന് 1.5 ലക്ഷം രൂപ കൊടുക്കണം. അല്ല ഇപ്പൊ ഉടനെ കൊടുക്കണ്ട. നമ്മളൊരു ടോക്കൺ അഡ്വാൻസ് ഒരു 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ദിവസത്തിനകത്ത് സാധനം തരുമ്പോൾ കൊടുത്താൽ മതി. സാധനം കിട്ടുമ്പോൾ കൊടുത്താൽ മതി. അത് മതി. പക്ഷെ 25,000 രൂപ ഇന്ന് കിട്ടണം. ഇന്ന് കിട്ടണം. 25,000 റുപ്യല്ലേ? ഞാനേ 1-2 ആളെ വിളിച്ചോട്ടെ കേട്ടോ. ഞാനിപ്പോ ശരിയാക്കിയിട്ട് വരാം. സുരേന്ദ്രന് കൊടുത്തേക്കല്ലേ? ഈ രാമേന്ദ്രന്റെ പതനം കാണണം. അതിന് ഞാൻ വേണ്ടി ഏത് ഭൂമിയുടെ അറ്റം വരെ ഞാൻ പോവും. ഞാൻ ശരിയാക്കിയിട്ട് വിളിക്കാം കേട്ടോ. സുരേന്ദ്ര മുതലാളി വിളിച്ചാൽ നീ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതുപോട്ട് ഈ അമ്മാവൻ പൈസ അഡ്വാൻസും കൊണ്ടുവന്നിട്ട് ഈ ആമ നീ എങ്ങനെ കൊണ്ട് കൊടുക്കും? എൻ്റെ അളിയ അതിനല്ലേ ഐഡിയ ഇരിക്കുന്നത്. എന്തോന്ന്? അളിയ നമ്മൾ ആമയും കൊണ്ട് ചീരത്തോട്ടത്തിൽ പോകുന്ന വഴിക്ക് പോലീസ് വന്നു. പോലീസിനെ കണ്ടപ്പോൾ നമ്മൾ ആമയെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഓടി രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് ഐഡിയ? അത് കൊള്ളാം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനും പറ്റത്തില്ല, കേസിൽ പ്രതിയാവും. പിന്നെ അതെന്തായാലും കലക്കി കളിയാ. അമ്മാവൻ പേടിച്ച് കൂറിയാകണ്ടേ. ഇപ്പൊ എന്തായാലും അഡ്വാൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തിനകത്ത് വണ്ടി എടുത്ത് കച്ചവടം. അത് പാമ്പ് മൂർഖനൊന്നും അല്ല. അത് എവിടെ നോക്കട്ടെ. എടാ അത് പാമ്പിന്റെ പല്ലല്ലേ, അത് പൂർത്തിയുടെ മുള്ളു കൈ കൊണ്ട് അല്ല. പാമ്പ് ഇങ്ങനെ പേടിക്കാതെ ശിവൻ ഞാൻ വിചാരിച്ചു പാമ്പെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിച്ചെന്നാ.
വൃത്തിയുടെ പിള്ളേർന്നല്ലോ. അയ്യോ നീ എന്തോന്ന് പറഞ്ഞത്? അടാ കയ്യിൽ ഞാൻ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാണ് ഭയങ്കര നിലവിളിച്ചത്. വൃത്തിയുടെ പിള്ളേരുന്നു. അച്ഛ അയ്യേ. നീ ഒന്നുകൂടെ പറ. അണ്ണാ ഞാൻ പാമ്പ് കടിച്ചെന്നും പറഞ്ഞോണ്ട് ഇതർസ പുല്ല് കൈ സർപ്പ് കയ്യിൽ പൊത്തി പാറശാലുള്ള ദീപം. അമ്മാവാ യവനുണ്ടല്ലോ യവൻ ഭൂലോക കള്ളനാണ്. ഇവൻ വിശ്വാസവഞ്ചന ആൾമാറാട്ടെ. ഇവനെതിരെ കേസെടുക്കണം. ഇവൻ മലയാളിയാണ്. മലയാളിയാണ്. കേസെടുക്കലാണ്. ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ മലയാളം എന്ന് പറഞ്ഞാൽ ഒറ്റ അടുത്ത് എനിക്ക് പണി തരൂല. ബംഗാളി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതുകൊണ്ട് നീ എന്റെ പറമ്പിൽ തന്നെ വന്ന് അമ്മാവന്റെ മരുമോന്റെ കണ്ടല്ല കൂട്ടുകാരന്മാർ ഇതുപോലുള്ളവന്മാരാണ് തരികളാണ്. ഇവനെ പോലീസിലേപ്പിക്കാം. പറയാക്കൂല. ഇവനൊക്കെ മോഷണം നടത്തിയതിന്റെ പിന്നിൽ ഇവനെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. പോലീസിനെ വിളി, നമുക്ക് ഒരുമിച്ച് പോയി അകത്ത് കിടക്കാം. പോലീസിനെ വിളി, നമുക്ക് ഒരുമിച്ച് പോയി അകത്ത് കിടക്കാം. അമ്മ ഇങ്ങോട്ട് വരി. ഇതാരാണ് നിങ്ങൾ? എന്റെ മരുവൻ. നല്ല ബെസ്റ്റ് മരുമൻ. ഈ അഴിക്കപ്പലി ഈ വാവളം തന്നെ കൂടെ കാണിച്ചത് എന്താണെന്നറിയോ? യവന്മാർക്ക് രണ്ടുപേർക്കും വണ്ടി എടുക്കാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തില്ലാത്ത ഒരു നക്ഷത്രാമ്മയുടെ പേരും പറഞ്ഞ് നിങ്ങൾ 25 പറ്റിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അല്ല പിന്നെ അണ്ണ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റിക്കാൻ വേണ്ടി നടക്കുന്നത്. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ ജീവിക്കാൻ നടക്കുന്നത്. അത് കുടുംബത്തിൽ